നല്ല ഭാഗം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മളൊക്കെ നന്മ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ചിന്തയുണ്ടാകും, ഇതെല്ലാം ദൈവം കാണുന്നുണ്ടോ? എത്രയോ കോടി ജനങ്ങളാണ് ഇവിടെയുള്ളത്. അതൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾ ദൈവം അവിടെ നിന്ന് കണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണോ ദൈവം ക്രമീകരിക്കുക എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. പക്ഷെ തോബിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. തോബിത്തിൻ്റെ പുസ്തകം ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ്. തോബിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ ഈ തോബിത്ത് എന്നുള്ള മനുഷ്യൻ വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം തടവുകാരനായിട്ട് പിടിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എവിടെ ചെന്നാലും നന്മ ചെയ്യുക. അദ്ദേഹം ചെയ്തിരുന്ന വലിയ കാര്യം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും. ഇനി ആരുടെയെങ്കിലും മൃതശരീരം വെളിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആരും സംസ്കരിക്കാനില്ലാത്ത അവസ്ഥയിൽ ഇദ്ദേഹം പോയി സംസ്കരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് പ്രശ്നങ്ങളാണ്. കാരണം മറ്റുള്ളവരൊക്കെ കളിയാക്കും, നീ എന്തിനടാ ഇങ്ങനെ ചെയ്യണേ? ഒരുപക്ഷെ രാജാവിൻ്റെ അപ്രീതിക്ക് പോലും അദ്ദേഹം വിധേയനായിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ നന്മ അദ്ദേഹം നിർത്തിയിട്ടില്ല. അദ്ദേഹം നാട് കടത്തപ്പെടുകയാണ്. അവിടുത്തെ അധികാരികളാൽ അവിടെ ചെന്നപ്പോഴും ഇത് തന്നെ അദ്ദേഹം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ചില തിക്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. അദ്ദേഹം വലിയവനായിരുന്നു, പക്ഷേ എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ. അദ്ദേഹം ഒരു അവസരത്തിൽ അദ്ദേഹം ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തോബിയാസ് വന്ന് പറഞ്ഞു, ആരുടെയൊക്കെ മൃതദേഹം അവിടെ കിടക്കുന്നുണ്ട് എന്ന് പിതാവിനോട് പറഞ്ഞപ്പോൾ ഈ തോബിത്ത് എന്തു ചെയ്തു? അദ്ദേഹം ആ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോയി അദ്ദേഹത്തെ സംസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു നല്ല പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ആ ഭക്ഷണ മേശയിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അപ്രകാരം സഹായിച്ചു. അങ്ങനെ സഹായിച്ച് പിന്നീട് അദ്ദേഹം ലേറ്റായിട്ടൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹം വെളിയിലാണ് കിടന്നിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സഹായത്തിന് പോകും. അങ്ങനെയൊക്കെയാണ് കിടന്നപ്പോൾ എന്തോ കുരുവിയുടെ കാഷ്ടം വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വീഴുകയും അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഇത്രയധികം നന്മ പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചതിൽ വിഷമമുണ്ടായി കാണും. എന്നാലും അദ്ദേഹം അപ്രകാരം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ക്ഷാമമായി, പൈസ ഇല്ലാതായി. ഭാര്യ വേറൊരു വീട്ടിലേക്ക് ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് കഴിക്കാനൊക്കെ സാധിക്കുക. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മകനോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പൈസയുള്ള സമയത്ത് കടം കൊടുത്ത അല്ലെങ്കിൽ നിക്ഷേപിച്ച പൈസയുണ്ട്, അത് വാങ്ങിക്കാനായിട്ട് നീ പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആരെയും കൊണ്ടുപോകും? അങ്ങനെ ഒരു അന്യദേശത്തേക്ക് ആരെയാണ് കൊണ്ടുപോകുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തോബിയാസ് പറഞ്ഞു, ഞാൻ കവലയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കിട്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ റഫേൽ എന്ന് പറയപ്പെടുന്നൊരു മാലാഖയെ, അദ്ദേഹത്തിനൊന്നും അറിയില്ല, റഫേൽ മാലാഖയാണോ എന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ അവരെ അനുധാവനം ചെയ്യാനായിട്ട് ഈ മകനെ തോബിയാസിനെ അനുധാവനം ചെയ്യാനായിട്ട് കൂടെ പോയത് റഫേൽ മാലാഖയാണ്. അദ്ദേഹത്തിൻ്റെ പൈസയൊക്കെ തിരിച്ചു കിട്ടുവാൻ പോയി. അവിടെ പോയി അപ്രകാരം ഇദ്ദേഹത്തിന് വിവാഹിതനാകുവാൻ പോകുന്ന ഈ തോബിയാസിന് അവിടെയുള്ള ഒരു മകളെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ തിരിച്ചു വരുമ്പോൾ ഈ റഫേൽ മാലാഖ വളരെയധികം സൗഖ്യദായകമാണ്. കാരണം ഇദ്ദേഹത്തിന് വധുവായി കിട്ടുന്ന ആ മകൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ മകൾക്കുണ്ടാകുന്ന ഭാര്യമാരൊക്കെ അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ആ ഭർത്താവൊക്കെ മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ റഫേൽ മാലാഖ മീനിൻ്റെ ചെകിളയും മറ്റ് കരളുമൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നീ പുകച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാകില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അത്ഭുതകരമായിട്ടുള്ള ഒരു പിശാചിനെ പുറത്താക്കാനുള്ള ഒരു കൃപയൊക്കെ കിട്ടി. തോബിയാസിന് അങ്ങനെ ഭാര്യയായിട്ട് കിട്ടുകയാണ്. ഈ മകളെ കിട്ടി. അങ്ങനെ ഭാര്യയുമൊക്കെ ആയിട്ട് തോബിയാസ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഒരു പ്രത്യേകമായിട്ട് റഫേൽ മാലാഖ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ആ മത്സ്യത്തിൻ്റെ ചെകിളയും ഇതൊക്കെ കരളും എടുത്തു വയ്ക്കുക. നീ നിൻ്റെ അപ്പോൾ അപ്പച്ചനെ കുറിച്ച് പറഞ്ഞു കാണും, പിതാവിനെ കുറിച്ച് പറഞ്ഞു കാണും, ആ പിതാവിൻ്റെ കണ്ണുകളിൽ പുരട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് വളരെയധികം സന്തോഷത്തോടെ അത് പുരട്ടിയപ്പോൾ ആ പിതാവിൻ്റെ തോബിത്തിൻ്റെ കണ്ണിൽ നിന്ന് അപ്രകാരം ആ പാടലൊക്കെ മാറി കാഴ്ച ലഭിക്കുകയാണ് ചെയ്തത്.
അപ്പോഴൊരു കാര്യം റഫയേൽ മാലാഖ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് വെളിപ്പെടുത്തിയതിന് ശേഷം, ഞാനൊരു മാലാഖയാണ്, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു മാലാഖയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട്. നീ ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് പോയി മറ്റൊരു വ്യക്തിയുടെ ശവശരീരം നീ മറവ് ചെയ്തപ്പോൾ, സംസ്കരിച്ചപ്പോൾ അത് എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് എത്തിപ്പെട്ടിട്ടുണ്ട്. നീ ചെയ്ത നന്മകളൊക്കെ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം തന്നെയാണ് മാലാഖയെ എന്നെ ഇവിടേക്ക് അയച്ചതെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഏതോ നന്മ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ എപ്പോഴും സ്മരിക്കപ്പെടുന്നതാണ്. അത് വളരെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തോബിത്ത് പറയേണ്ടത്, ദൈവത്തെ കൊണ്ട് എൻ്റെ മനസ്സുമുറവ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നന്മ ചെയ്യുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, വലുതാ ദൈവം കൊണ്ട് നമ്മൾ നിറഞ്ഞാൽ, ദൈവത്തെ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുമ്പോൾ ഒത്തിരി നന്മകൾ ചെയ്യാൻ സാധിക്കും. ഓരോ നന്മയും ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടതാണ്. ദൈവം കാണുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം തോബീത്തിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അറിയും. അതുകൊണ്ട് മടി കൂടാതെ ഉത്സാഹത്തോടുകൂടെ നമുക്ക് നന്മകൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ഒരു നന്മയും വൃഥാവിലായി പോകുകയില്ല. എല്ലാം കൗണ്ടഡാണ്. എല്ലാം ദൈവത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കാണപ്പെടുന്നതാണെന്നുള്ള ബോധ്യം നമുക്ക് എന്തുണ്ടാകട്ടെ. മറ്റുള്ളവർ കാണുന്നൊന്നും വിചാരിക്കേണ്ട, കണ്ടില്ലെങ്കിലും കണ്ടാലും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതെല്ലാം ഉയർത്തി. അതുകൊണ്ടാണ് തോബിത്തിനെ സൗഖ്യപ്പെടുത്തുമ്പോൾ ഇപ്രകാരം തോബിയാസിൻ്റെ വഴികളിൽ കാവൽ മാലാഖയെ ഇപ്രകാരം റാഫയേൽ മാലാഖ പോകുന്നതിനൊക്കെ ഒറ്റ കാരണം അദ്ദേഹം ചെയ്ത ആ നല്ല പ്രവൃത്തികളാണ്. നമുക്കും ചെയ്യാം നന്മകൾ. ആര് കാണുന്നു എന്നതിലല്ല, മറിച്ച് ദൈവം കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോട് നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.